ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. പേഴ്സണൽ ഹൈജീനെ പറ്റിയിട്ടാണ് പറയുന്നത്. എസ്പെഷ്യലി അഡോളസെൻ്റ് ഗേൾസിൽ അവർക്കുണ്ടാകുന്ന ആ ചേഞ്ചസും അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സോ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഹായ്, ഐ എം ഡോക്ടർ സഫ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പത്ത്, ഡോക്ടർ സഫാസ് ഹോമിയോ ക്ലിനിക്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് അവർക്കുണ്ടാകുന്ന ഫിസിക്കൽ ചേഞ്ചസ് തന്നെ പറയാം. ഒരു അഡോളസെൻ്റ് ഏജ് ഇപ്പോൾ ഏകദേശം 10 ഇയേഴ്സിന് ശേഷം ഒരു 19 ഇയേഴ്സിനകത്ത് ഇതാണ് നമ്മുടെ ടീനേജ് കുട്ടികൾക്ക് ഒരുപാട് ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. എസ്പെഷ്യലി ഈ ഒരു അഡോളസെൻ്റ് പീരീഡിൽ അവർക്ക് ഫിസിക്കൽ ചേഞ്ചസ് ധാരാളമായിട്ട് ഉണ്ടാകുന്ന ടൈമാണ്. അതിൽ വരുന്നതാണ് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ്, അതുപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക, സ്വെറ്റ് ഗ്ലാൻസ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഒരു ഏജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്രസ്റ്റ് ചേഞ്ചസിൽ തുടങ്ങാം. ഈ അഡോളസെൻ്റ് ഏജിൽ നമുക്കറിയാം, ഗേൾസിന് അറിയായിരിക്കും, ഈ ടൈമിലാണ് നമുക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പീരിയഡ്സ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് മെൻസസിനെ നമ്മൾ മെനാർക്കി എന്ന് പറയും. സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏജിലാണ്. അപ്പോൾ ഈ ടൈമിൽ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫ്ലാറ്റ് ആയിരുന്ന ചെസ്റ്റ് അതുപോലെ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന പോലെ ആ ഒരു ഏരിയയിൽ സോർനെസ്സും തൊടുമ്പോൾ ഒരു ടെൻഡർനെസ്സും ചെറിയ പെയിനൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പീരിയഡ്സിന് തൊട്ട് മുന്നേ അത് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ചിലർക്ക് ബ്രസ്റ്റ് സൈസ് നല്ല രീതിയിൽ കാണാൻ പറ്റും, ചിലർക്ക് ഡെവലപ്പ് ആവുന്നത് പോലെ ഫീൽ ചെയ്യില്ല. ഇതെല്ലാം നോർമലാണ്, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. സോ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഓരോരുത്തർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതുപോലെ ചിലർക്ക് 2 ബ്രസ്റ്റും ഒരുപോലെ ആയിരിക്കില്ല, ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ നോർമലാണ്, എല്ലാവർക്കും ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് ഹെയർ ഗ്രോത്ത് ആണ്. നമ്മുടെ ആംപിറ്റ്സിൽ, കക്ഷത്തിലും അതുപോലെ പ്യൂബിക് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നല്ല ബാഡ് ഓർഡർ ബോഡിയിൽ നിന്ന് വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഇതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹെയർ ഗ്രോത്തിനനുസരിച്ച് നമുക്ക് ട്രിം ചെയ്ത് നിർത്താം. അതായത് ഹെയർ സിസേഴ്സ് വെച്ചിട്ട് കട്ട് ചെയ്യുക. അതൊക്കെ സൂക്ഷിച്ച് മാത്രം ചെയ്യുക. ഫസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെയോ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ഹെൽപ്പ് ചോദിക്കാം. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും അവർ കറക്റ്റായിട്ട്. നിങ്ങൾ ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലുള്ള ഹെയർ ട്രിം ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാക്സ് ചെയ്യാം അല്ലെങ്കിൽ ഷേവ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ലത് ട്രിം ചെയ്യുന്നതായിരിക്കും. കാരണം ഷേവ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ചെറിയൊരു ഡിസ്കളറേഷനൊക്കെ വരാനുള്ള ചാൻസ് ഫ്യൂച്ചറിലുണ്ട്. അതുകൊണ്ട് ട്രിം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഉള്ളത് സ്വെറ്റ് ഗ്ലാൻസ് ആണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. എങ്ങനെ നമുക്ക് ആ സ്വെറ്റ് കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഓർഡർ എങ്ങനെ മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാം നോർമലാണ്, എല്ലാ ഗേൾസും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഇത് ഒളിച്ചു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാണ്ടിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അമ്മ ഏറ്റവും നല്ല സുഹൃത്താണല്ലോ. അപ്പം നിങ്ങളുടെ അമ്മയടുത്ത്, നിങ്ങളുടെ മദറിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് നിങ്ങൾ ഒരു നാണക്കേടോ ഷൈനസോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൽഡർ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ചോദിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തും ചോദിക്കാം. നിങ്ങൾക്ക് ട്രസ്റ്റ് ഉള്ള ഒരാളടുത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, അത് ക്ലിയർ ആക്കാം കേട്ടോ. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് ഡെവലപ്പ് ആവുന്നത്. സോ നമ്മുടെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഇത് നേരത്തെ പീരീഡ്സ് ആയി, എനിക്കിതൊരായില്ല, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഓരോ ബോഡി ഡിഫറെൻ്റ് ആണ്, ഓരോ ടൈമിലായിരിക്കും മെൻസസ് ഉണ്ടാകുന്നത്. അതുപോലെ ചേഞ്ചസും അതുപോലെ തന്നെ ചിലർക്ക് നല്ല രീതിയിൽ ബോഡി ചേഞ്ചസ് വിസിബിൾ ആയിരിക്കും, ചിലർക്ക് അത് ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. എല്ലാം നോർമലാണ്. ഇനി നമുക്ക് പീരീഡ്സിനെ പറ്റിയിട്ട് സംസാരിക്കാം. അപ്പോൾ പീരീഡ്സ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മെൻസസ് മെനാർക്ക് എന്ന് പറഞ്ഞിട്ടാണ്. അത് ഏകദേശം ഇപ്പോൾ ഒരു 12 ഇയേഴ്സ് മുതൽ കുട്ടികൾക്ക് ഇപ്പോൾ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പീരീഡ്സിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് ഒന്ന് അതിൻ്റെ ഫ്ലോ ആയിരിക്കും. ചിലർക്ക് നല്ല ഫ്ലോ ഉണ്ടാവും, ചിലർക്ക് ഫ്ലോ ഉണ്ടാകത്തില്ല. അപ്പോൾ അത് കാരണമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതുപോലെ ക്രാംസ് ഉണ്ടാവും, അതായത് അടിവയറ്റിലൊക്കെ ചെറിയൊരു പെയിൻ പോലെ സ്റ്റാർട്ട് ചെയ്യും. ഇതെല്ലാം പീരീഡ്സിൻ്റെ ടൈമിൽ ചെറിയ രീതിയിൽ സഹിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇതെല്ലാം നോർമൽ കാര്യങ്ങളാണ്. അതുപോലെ മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ട്. അതായത് ചിലർക്ക് പീരീഡ്സ് ആവുന്നതിന് കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ പീരീഡ്സ് ടൈമിൽ നല്ല രീതിയിൽ സങ്കടം വരിക അല്ലെങ്കിൽ ദേഷ്യം, ഇറിറ്റേഷനൊക്കെ കാണിക്കും. ഇതെല്ലാം ചെറിയ രീതിയിലുള്ളതെല്ലാം നോർമലാണ്. പീരീഡ്സിൻ്റെ കൂടെയുള്ള കുറച്ച് ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കുള്ള ഡൗട്ടായിരിക്കും, പാഡ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ കപ്പ് യൂസ് ചെയ്യണോ അല്ലെങ്കിൽ ടാമ്പൻസ് യൂസ് ചെയ്യണോ? ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ, ഒരുപാട് രീതിയിലുള്ള ആഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്തിട്ട് കംഫർട്ടബിൾ ആവുന്നത് അത് യൂസ് ചെയ്യുക. എല്ലാം
നല്ലത് തന്നെയാണ്. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റെ ഡീമെറിറ്റ്സ് ഉണ്ട്, അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എവറി 4 to 8 hours അത് റിമൂവ് ചെയ്യുക. ചിലർക്ക് അതിൽ പെട്ടെന്ന് അതിന് കുറച്ച് ടൈമിൽ റിമൂവ് ചെയ്യേണ്ടി വരും. കാരണം നല്ല രീതിയിൽ ഹെവി ഫ്ലോയൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ജസ്റ്റ് എന്താ പറയുക, പാഡൊന്ന് സോക്ക് ആവുന്ന ടൈമിൽ തന്നെ അത് ജസ്റ്റ് റിമൂവ് ചെയ്യുക, നെക്സ്റ്റ് പാഡ് യൂസ് ചെയ്യുക. ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ ഒരു 4 to 8 hours ആണ് മിനിമം നമ്മൾ പറയുന്നത്. പിന്നെ ടാമ്പൻസും അതുപോലെ തന്നെ യൂസ് ചെയ്യാം. അതുപോലത്തെ ഡ്യൂറേഷനാണ് 4 to 8 hours നമുക്ക് ചേഞ്ച് ചെയ്യണം. അതും നമ്മുടെ പീരിയഡ്സിൻ്റെ ഫ്ലോ അനുസരിച്ച് നമ്മൾ നോക്കുക. പിന്നെ ഉള്ളത് മെൻസ്ട്രൽ കപ്പാണ്. മെൻസ്ട്രൽ കപ്പാണെങ്കിൽ 6 to 12 hours നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതും ഓരോ ബ്രാൻഡിനനുസരിച്ചിരിക്കും, അതുപോലെ നമ്മുടെ ഫ്ലോയിനനുസരിച്ചും അത് മാറിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രൊസീജിയേഴ്സിനിടയ്ക്ക് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാൻ മറക്കരുത്. അതായത് പാഡ് വെക്കുന്നതിന് മുന്നേ റിമൂവ് ചെയ്യുക, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഹാൻഡ് വാഷ് ചെയ്യാൻ മറക്കരുത്. ഓഡർ കൺട്രോൾ ആൻഡ് സ്റ്റേയിങ് ഫ്രഷ്, അതായത് നമ്മുടെ ബോഡിയിൽ സ്മെല്ല് വരിക അല്ലെങ്കിൽ വിയർപ്പിന് നല്ല സ്മെല്ലുണ്ടാകുന്ന ഒരവസ്ഥ. ഈ അഡോളസൻ ഏജിൽ നല്ല രീതിയിൽ ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നതാണ്. കൂടുതൽ സ്കൂളിലൊക്കെ പോയിട്ട് ട്രാവൽ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു സ്വെറ്റിങ്ങും ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സ്മെല്ലൊക്കെ നമുക്കുണ്ടാകുന്നത്. അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ ട്രിം ചെയ്യുക, ഷേവ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്ന ആ മെത്തേഡിൽ ഹെയർ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രൈവറ്റ് പാർട്ടിലും അതുപോലെ കക്ഷത്തിലുണ്ടാവുന്ന ഹെയറും റിമൂവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുളിക്കുന്ന ടൈമിൽ റോസ് വാട്ടർ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ റോസ് വാട്ടർ ജസ്റ്റ് ഒരു അടപ്പ് റോസ് വാട്ടർ ഒഴിച്ച് നമ്മൾ ആ വെള്ളത്തിൽ കുളിക്കുന്നത് നമ്മുടെ സ്വെറ്റ് ബോഡി ഓർഡർ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ മെയിനാണ് ഹൈഡ്രേഷൻ. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക കേട്ടോ. അത്രയും സ്വെറ്റിങ് നടക്കുമ്പോൾ ബോഡീൻ്റെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവുന്ന ടൈമാണ്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഒട്ടും കൺട്രോൾ ആവാത്ത രീതിയിലുള്ള സ്മെല്ല് നിങ്ങൾക്ക് സ്വെറ്റിങ് ഉണ്ടാവുന്ന ആൾക്കാരാണെങ്കിൽ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഒരു ഡിയോഡ്രൻറ്റ്, റെക്സോണ പോലുള്ള മൈൽഡ് ഡിയോഡ്രൻസ് യൂസ് ചെയ്യാം. ഒരുപാട് പെർഫ്യൂംഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യേണ്ട, ജസ്റ്റ് മൈൽഡ് ആയിട്ടുള്ളൊരു സ്മെല്ലിലുള്ള ഒരു ഡിയോഡ്രൻറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പീരിയഡ്സ് ട്രാക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഫോൺ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുട്ടികൾക്കും ഫോണുണ്ട്. ഫോൺ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ പീരിയഡ്സ് കറക്റ്റ് ട്രാക്ക് ചെയ്ത് വെക്കുക. ഏത് ഡേ ആണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, എത്ര ഡേയ്സ് ഫ്ലോ ഉണ്ടായിരുന്നു, വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായിരുന്നോ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ, എല്ലാം നിങ്ങൾക്ക് ആ ഒരു ആപ്പിൽ ഫീഡ് ചെയ്യാം. അല്ല ഫോൺ ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു കുഞ്ഞൊരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ ഡയറി എഴുതുന്നവരാണെങ്കിൽ അതിൽ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. ഒരു ജേർണൽ പോലെ എഴുതി അത് ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളതാണ് വജൈനൽ ഹെൽത്ത്. അപ്പോൾ ഈ കാണുന്ന ഏരിയയാണ് നമ്മുടെ വജൈന എന്ന് പറയുന്നത്. ശരിക്കും നമ്മളിപ്പോൾ പീരിയഡ്സ് ഒക്കെ കഴിയുമ്പോൾ നമുക്കവിടെ നല്ലോണം ക്ലീൻ ആയോ, അല്ലെങ്കിൽ അവിടെ നീറ്റായോ, ക്ലീൻ ചെയ്യണോ, ഇനിയും സോപ്പൊക്കെ യൂസ് ചെയ്യണോ, എവിടെയൊക്കെ വാഷ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ആദ്യം എന്തായാലും ഉണ്ടാവും. വജൈന എന്ന് പറയുന്നത് സെൽഫ് ക്ലെൻസിങ് ആണ്. അതായത് അതിന് തന്നെ സ്വയം അവിടെ ക്ലീൻ ആവാനുള്ള ഒരു കഴിവുണ്ട്. അവിടെ കുറച്ച് നമുക്ക് ഈ വൈറ്റ് ഡിസ്ചാർജും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ ഉള്ളിലുള്ള ബാക്ടീരിയാസും ഡെഡ് സെൽസും ഒക്കെ ഫ്ലഷ് ഔട്ട് ആവുന്നുണ്ട്. അത് നോർമലി വജൈനയുടെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി പുറമേ ഉള്ള ഏരിയ നമ്മൾ പാഡൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാഷ് ചെയ്യേണ്ടതാണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മൈൽഡായിട്ട് ഒരുപാട് സോപ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വി വാഷ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. വജൈനൽ വാഷ് കിട്ടുമല്ലോ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് അതൊന്നും ചെയ്യാൻ പാടില്ല. കാരണം അവിടെ ഒരു നോർമൽ pH ഉണ്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ കുളിക്കുന്ന ടൈമിൽ യൂസ് ചെയ്യുന്ന പോലെ ബാക്കി എല്ലാ പാർട്സിലും നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അല്ലെങ്കിൽ ബോഡി വാഷ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ ആ ഒരു രീതിയിൽ വാഷ് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് ലൂക്കോറിയ അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്? അത് നോർമലാണോ ഹെൽത്തി ആണോ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് നോർമലാണ്. അത് പീരിയഡ്സിന് മുന്നേ ആവാം, ചിലർക്ക് പീരിയഡ്സിന് ശേഷം ആവാം. അത് നോർമലാണ്. അതിന് നോർമലി ഒരു വൈറ്റ് കളറായിരിക്കും. ജസ്റ്റ് നമുക്കൊരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ വേറെ സ്മെല്ലോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ലാതെ വരുന്നതാണ് ഹെൽത്തി അല്ലെങ്കിൽ നോർമൽ എന്ന് പറയുന്നത്. ഇനി അതിന് എന്തെങ്കിലും കളർ ഡിഫറൻസ്, അതിൽ ചെറിയൊരു ഗ്രേയിഷ് അല്ലെങ്കിൽ ക്രീമി വൈറ്റ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ടിൻറ്റ് വരിക, ചെറിയൊരു കളർ ഡിഫറൻസ് ഒക്കെ വരുന്നെങ്കിൽ ഒരു ഇൻഫെക്ഷൻ്റെ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട
ടൈമാണ്. ഭയങ്കരമായിട്ട് ഇച്ചിങ് ഉണ്ടാവുക, നീറ്റൽ പോലെ ഉണ്ടാവുക, ഭയങ്കര എക്സസ് ആയിട്ട് വരിക, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടുമാണ്. ഇതെല്ലാം ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ടൈമാണ്. അതുപോലെ ഒഫെൻസീവ് ആവുക, ചിലർക്ക് സ്മെല്ല് ഉണ്ടാകാറുണ്ട്, അതെല്ലാം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ് കേട്ടോ. നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ നിങ്ങൾ മറക്കരുത്, നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആവും. സ്കിൻ ആൻഡ് ഹെയർ കെയർ, ഈ ടൈമിൽ ഒരുപാട് നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന ടൈം കൂടിയാണ്. അതായത് ആക്നി പ്രോബ്ലംസ് ഒരുപാട് ഉണ്ടാവും. ഇതെല്ലാം നോർമലാണ് കേട്ടോ. ഈ ഒരു ഹോർമോണൽ ഇഷ്യൂസ് കാരണം നമ്മുടെ ഫേസിൽ ആക്നീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ചിലർക്ക് അത് നല്ല രീതിയിൽ കൂടുതലായിരിക്കും, കുറേ നാൾ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്ന ആക്നീസ് ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ ആക്നി വരുന്നതോ അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആവുന്നതോ വൃത്തിയില്ലാത്തത് കൊണ്ടാവില്ല. അത് നമ്മുടെ ഹോർമോണൽ ഇഷ്യൂസ് കാരണമോ അല്ലെങ്കിൽ നമ്മുടെ ഹെറിഡിറ്ററി കാര്യങ്ങൾ കാരണമൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഇനി നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ നമുക്ക് രാവിലെയും വൈകിട്ടും ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഫേസിൽ സോപ്പ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ നല്ലൊരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്യുക. അത് ഓയിലി സ്കിൻ ആണെങ്കിൽ ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഓയിലൊന്ന് കൺട്രോൾ ആവും. ആ ഓയിൽ കൺട്രോൾ ആവുന്ന ടൈമിൽ തന്നെ നമ്മുടെ ഫേസിലുള്ള ആക്നി, പിമ്പിൾസ് അതിൻ്റെ വരുന്ന ആ ഒരു ടെൻഡൻസി കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ 2 ടൈമിൽ വാഷ് ചെയ്യുക. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക. അതുപോലെ നമ്മൾ കിടക്കുന്നതിന് മുന്നേയും ഫേസ് വാഷ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിലും കിടക്കുന്നതിന് മുന്നേ വാഷ് ചെയ്തിട്ട് മാത്രം, അത് റിമൂവ് ചെയ്തിട്ട് മാത്രം കിടക്കുക. അപ്പോൾ തന്നെ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആവും കേട്ടോ. കാരണം സ്കിന്നിൽ ആ ടൈമിൽ ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. സെറം പോലുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു ഏജിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടതല്ല. ജസ്റ്റ് ഒരു ഫേസ് വാഷ്, നല്ല രീതിയിലൊരു ക്ലെൻസർ യൂസ് ചെയ്യുക. അതുപോലെ ഒരു മോയ്സ്ചറൈസർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഹെയർ കെയർ നമ്മൾ പറഞ്ഞു, പ്യൂബിക് ഹെയർ എങ്ങനെ ട്രിം ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഹെയർ എങ്ങനെ റിമൂവ് ചെയ്യാനുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള നല്ല ജെന്യുവിൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറിയിട്ട് ആ ഒരു വീഡിയോസൊക്കെ നോക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഓറൽ ഹെൽത്ത്. അതായത് ഈ ടൈമിൽ നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് കാരണം ചിലർക്ക് പീരിയഡ്സിൻ്റെ കൂടെ ബാഡ് ഓഡർ, അതായത് വായനാറ്റം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്തിട്ട് കിടക്കുക. അതുപോലെ ഡെൻ്റൽ ബ്രേസസ് ഇട്ടേക്കുവാണെങ്കിൽ, പല്ലിൽ കമ്പി ഇട്ടേക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നല്ല രീതിയിൽ എക്സ്ട്രാ കെയർ കൊടുത്ത് ഓറൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പിന്നെയും എക്സസ് ആയിട്ട് നിങ്ങൾക്ക് ബാഡ് ബ്രത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശ്രദ്ധിക്കേണ്ടതാണ് ക്ലോത്ത്സും ഇന്നർവെയർസും. അതായത് നമ്മൾ ഇപ്പോൾ ക്ലോത്ത്സ് എപ്പോഴും ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ടൈമിൽ സ്വെറ്റിങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ മാക്സിമം കോട്ടൺ ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ട് ഉള്ള ക്ലോത്ത്സ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഇന്നർവെയർസ് യൂസ് ചെയ്യുമ്പോഴും കോട്ടൺ ഇന്നർവെയർസ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ളത് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ വാഷ് ചെയ്യേണ്ടതാണ്. ഡെയിലി നമ്മൾ ഇന്നർവെയർസ് ചേഞ്ച് ചെയ്ത് വാഷ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇന്നർവെയർസ് വാഷ് ചെയ്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിൽ നമുക്ക് വൈറ്റ് ഡിസ്ചാർജോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളത് നല്ല രീതിയിൽ വാഷ് ചെയ്യുക. സ്റ്റെയിനിങ് ഒക്കെ കാണാം ചിലർക്ക്. അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ വെയിലത്തിട്ട് തന്നെ ഉണക്കിയെടുക്കുക. രാവിലെ മുതൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി കിടക്കാതിരിക്കുക. അതായത് കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, ഇൻക്ലൂഡിങ് നമ്മുടെ ഇന്നർവെയർസ് ഫ്രഷ് അല്ലെങ്കിൽ അതും ചേഞ്ച് ചെയ്തിട്ട് മാത്രം ഉറങ്ങാനായിട്ട് പോവുക. വൃത്തിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് മാത്രം കിടന്നുറങ്ങുക. മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. അതായത് നമ്മൾ എത്രത്തോളം ഹൈജീനിക് ആയിരിക്കുമോ അത് നമ്മുടെ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് കറക്റ്റാണ്. കാരണം നമ്മൾ എത്രത്തോളം ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു മെൻ്റൽ ഹെൽത്തും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നല്ല ഹൈജീനിക് ആയിട്ട് നമ്മൾ നടക്കുമ്പോൾ തന്നെ ഈ ടൈമിൽ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ സ്കൂളിലാണെങ്കിലും നമുക്ക് പുറത്ത് ട്രാവൽ ചെയ്യുന്ന ടൈമിലും സ്വെറ്റിംഗ് ഒക്കെ നോർമലാണ്. സ്വെറ്റിംഗ് എല്ലാവർക്കും സ്വെറ്റിംഗ് ഉണ്ടാവും. ചിലർ കുറച്ച് കൂടുതൽ സ്വെറ്റിംഗ് ഉണ്ടാവാം, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ടിപ്സ് യൂസ് ചെയ്ത് നിങ്ങൾ കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറച്ചൊക്കെ നമുക്ക് മാറ്റാൻ കഴിയും. അപ്പോൾ ആ ഒരു ടിപ്സ് നിങ്ങൾ ചെയ്യുക, അത് കറക്റ്റ് ഫോളോ ചെയ്യുക. ഹൈജീൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്നി വന്നാൽ നമ്മൾ ഭയങ്കര ഡേർട്ടി ആണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ആക്നിയൊക്കെ വരുന്നത് നോർമലാണ്.
എല്ലാവർക്കും ആ ഒരു അഡോളസൻ്റ് ഏജിൽ ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ആക്നെ ഉണ്ടാവുന്നതാണ്. അത് നോർമൽ കാര്യമാണ്. നിങ്ങൾ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എല്ലാ മനുഷ്യർക്കും ഉണ്ടായ അതിലൂടെ കടന്നു പോകുന്ന ലൈഫിൻ്റെ കുറച്ച് സ്റ്റേജസ് ആണ്. പിന്നെ വേറൊരു ഡൗട്ടാണ് വജൈനയുടെ ഉള്ളിൽ വാഷ് ചെയ്യണമെന്ന്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് ക്ലെൻസിങ് ആണ് വജൈന. നമ്മൾ ആ പുറമേ ഉള്ള ഏരിയാസ് പാഡ് റിമൂവ് ചെയ്യുന്ന ടൈമിൽ അല്ലാതെ നമ്മൾ കുളിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. പിന്നുള്ളൊരു മിത്താണ് മെൻസസ് ടൈമിലുള്ള നമ്മുടെ ഷവർ, അതായത് കുളിക്കുന്നത്. ചിലർ മെൻസസ് ആയാലും കുളിക്കാറേ ഇല്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ആ ടൈമിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോഡി ഹീറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മൾ സ്വെറ്റിംഗ് ഉണ്ടാവും, അത് ബാഡ് ഓഡേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ടൈമിൽ നിങ്ങൾ ഷവർ ചെയ്യുക. പിന്നെ ഹെയർ വാഷ് ചെയ്യുന്നവർ, ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. ഇനി ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്തവരാണെങ്കിൽ പീരിയഡ്സിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേ മാത്രം നിങ്ങൾക്ക് ഹെയർ വാഷ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ബട്ട് ബോഡി നമ്മൾ വാഷ് ചെയ്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. യു ആർ നോട്ട് അലോൺ ആൻഡ് യു ആർ ഡൂയിങ് ഗ്രേറ്റ്. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് ചോദിക്കാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോടും ചോദിക്കാം കേട്ടോ. അപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആരുടെ വേണമെങ്കിൽ നിങ്ങൾക്കത് ഡിസ്ക്ലോസ് ചെയ്യാം, ഡൗട്ട്സ് ചോദിക്കാം. അതുപോലെ ഓവറായിട്ട് ബ്യൂട്ടി കോൺഷ്യസ് ആവുന്ന ഒരു ഏജാണ്. എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ആയിരിക്കും, ഡിഫറെൻറ്റ് ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കും. നമ്മുടെ ഭംഗി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ പുറമേ കാണുന്ന ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ല, നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ മൈൻഡിനാണ്. സോ എല്ലാവരുടെ അടുത്തും കൈൻഡ് ആയിട്ടിരിക്കുക, അതുപോലെ നല്ല രീതിയിൽ എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുക, നല്ല രീതിയിലുള്ള ബിഹേവിയർ ആയിരിക്കുക. സോ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഫിസിക്കൽ അപ്പിയറൻസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യുന്നത്, രീതിയിൽ ഒരുങ്ങാം, ഇതൊക്കെ ഓക്കെയാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈമും അതിന് വേണ്ടി മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈമല്ല. നിങ്ങൾ സ്റ്റഡീസിൽ ശ്രദ്ധിക്കുക, അതുപോലെ നിങ്ങളുടെ സ്കൂൾ ടൈം എൻജോയ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയാൽ ലൈക്ക് ചെയ്യുക, ആൻഡ് ആവശ്യമുള്ള കുട്ടികൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. And thanks for watching this video. See you in the next video. Bye.